പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവാണ്. ആദ്യം തന്നെ ഏതൊക്കെ കര ആരൊക്കെ എടുക്കുന്നു എന്നുള്ളത് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്തണം. കരയോ? ആ കരയെടുത്തല്ലോ. ഏത് കരയാണ് നമ്മൾ എടുക്കുന്നത്? തെക്കേക്കര. നമ്മൾ ഇനി അങ്ങോട്ട് തെക്കേക്കരയാണ്. അത്രേ ഉള്ളൂ. തെക്കേക്കര. നിങ്ങൾ തെക്കേക്കരയെങ്കിൽ ഞങ്ങൾ വടക്കേക്കര. അതങ്ങനല്ലേ പറ്റൂ. അല്ലാതെ പിന്നെ വേറെ കരയില്ലല്ലോ. ഞങ്ങൾ കുറച്ച് വെടക്കാണ്, അതുകൊണ്ട് ഞങ്ങള് വടക്കക്കര. തെക്കേക്കരക്ക് ജയ്. തെക്കേക്കരക്ക് ജയ്. തെക്കേക്കരക്ക് ജയ്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം പഞ്ചായത്തിലെ മെമ്പേഴ്സ് ആണോ വന്നേക്കുന്നത്? അവര് തന്നെയല്ലേ അവിടെ ഇരിക്കുന്നേ. നമുക്കെന്താ ജയ് വിളിക്ക് ഒരു കുറവ്? അതെ, അല്ല, അവർക്കറിയാം ജയ് വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തിനാണ് തൊണ്ട കളയുന്നതാണ് അവര് ആലോചിച്ചത്. അല്ല, നിങ്ങൾ ശരിക്കും ഒരു പഞ്ചായത്തിൽ നിന്നല്ലേ വരുന്നത്, അതോ രണ്ടുപേരും ഓൾറെഡി അടിച്ചു പിരിഞ്ഞ് രണ്ട് പഞ്ചായത്തായിട്ടാണോ വന്നേക്കുന്നത്? ഞങ്ങൾ ഇനി നിങ്ങളുടെ പ്രതിപക്ഷം വല്ലതാണോ? അല്ലല്ലോ. പിന്നെ അവിടെ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് പഞ്ചായത്താ? പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിൽ 21 വാർഡ് അടങ്ങുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. മലയോര ജില്ലയാണ്. നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഈ ഏഴംകുളം പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏഴംകുളം പഞ്ചായത്തും നമ്മുടെ ഈ ഫ്ലോറുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതെ, അത് പറ. അത് ഞാൻ ഇപ്പഴേ പറയണമെന്ന് വിചാരിച്ചിരിക്കുവല്ലോ. പറഞ്ഞോ. സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് ഇവിടെ ഒരു പവർഫുൾ ലേഡി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി വന്നാൽ തന്നെ നമുക്കറിയാം കിടിലമായിരിക്കും എന്നുള്ളത്. പെർഫോമൻസിലാണെങ്കിലും സൂപ്പർ സ്റ്റാർ പെർഫോമൻസ് ആണ്. അപ്പൊ എന്തായാലും നമ്മുടെ രാധിക ചേച്ചിനെ പറ്റിയാണ് ഞങ്ങൾ ഈ പറയുന്നത്. രാധിക ചേച്ചി ഏഴംകുളം 1-ാം വാർഡ് മെമ്പറാണ്. അതെ, അതാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവരുടെ കൂടെ ഉള്ളതാണ് രാധിക ചേച്ചി. അത് മാത്രമല്ല, ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാനും വരുന്നുണ്ട്. അപ്പൊ രാധിക ചേച്ചി ഇത് ആലോചിച്ച് നോക്കി, അവിടെ പഞ്ചായത്തിലെ യോഗമൊക്കെ നടക്കുമ്പോൾ പവർഫുൾ പ്രസംഗമൊക്കെ കാഴ്ചവെച്ചിട്ട് ഇന്നിവിടെ ഏത് കഥാപാത്രമായിട്ടാണ് വരണേന്നറിയാൻ ചിരിപ്പിക്കാനും വരുന്നു. അതാണ് ഫുൾ കോമഡി. അല്ല, നമുക്ക് പഞ്ചായത്തിനെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? കൂടുതൽ അറിയണം. ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത്, ആരാണ് ഓപ്പോസിറ്റ്, ആരാണ് പ്രസിഡന്റ്? പാർട്ടിയായിരിക്കും ഭരിക്കുന്നത് എപ്പോഴും. അങ്ങനെ ആരാ ഭരിക്കുന്ന പാർട്ടിയാണല്ലോ നമ്മള്. ഏഴംകുളം പഞ്ചായത്ത് 21 വാർഡാണ് ഉള്ളത്. നിലവിലെ 13 വാർഡിലും UDF ആണ്. 6 വാർഡിൽ LDF-ഉം 2 വാർഡിൽ BJP-യും. അപ്പൊ UDF ആണ് നിലവിൽ ഭരിക്കുന്നത്. ഇതാണെന്ന് തോന്നുന്നു കേരളം സ്വപ്നം കണ്ട എല്ലാ പാർട്ടിയും ഉണ്ട്. ദിസ് ഈസ് കേരള സ്റ്റോറി. നമ്മുടെ സ്റ്റോറി ഇങ്ങനെയാണ്. ആൻഡ് വൈസ് പ്രസിഡന്റ് വന്നിട്ടുണ്ട് അല്ലെ, നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. എന്റെ പേര് അനിത കീഴൂട്ട്. അനിത കീഴൂട്ട്. ഓ, നല്ല കീഴോട്ട്. അപ്പൊ മേലോട്ട് കീഴൂട്ട് എന്ന് പറയുന്ന സ്ഥലപ്പേരാണോ അതോ ചേച്ചി വീട്ടുപേര്? കുടുംബ പേര്. ആ പേര് മതി ആ ഓറ കീപ്പ് ചെയ്യാൻ വേണ്ടി. ചേച്ചിയുടെ കുടുംബത്തിൽ ആന ഉണ്ടായിരുന്നെങ്കിൽ കിടിലം പേരിടായിരുന്നല്ലേ? എന്നായിരുന്നു ആനയുടെ പേര്? കീഴൂട്ട് അർജുനൻ എന്നൊക്കെ പറയും പോലെ. ആനയ്ക്ക് മാത്രമേ പേരിടാവോ? വേറെ ആർക്കൊക്കെ പേരിടാം? ചേച്ചി പേരിട്ട് പേരിന്റെ കൂടെ അഖിൽ കവലൂര് വരി കീഴൂട്ട് അഖിലെന്നുണ്ട്. കോമഡിയുടെ അത് സത്യം. അതിനൊന്നും നമ്മൾ ചിരിക്കേണ്ട ആവശ്യമില്ല. ചേച്ചി വഷളായിട്ട് തന്നെ പോട്ടത്, അങ്ങനെ തന്നെ പോട്ടോ. ഹലോ, അത് ഞങ്ങൾ ഒരു കോമഡി ഇട്ടതാണ്.